ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബി കോട്ടയം എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള കോട്ടപ്പാറ എന്ന് പറയുന്ന ഒരു വ്യൂ പോയിന്റിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയാൻ നമ്മൾ ഇവിടെ ഈ സ്ഥലമാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പോവാം കാഴ്ചകളിലേക്ക്. നമ്മളിപ്പോൾ പുനലൂർ മൂവാറ്റുപുഴ പാതയിലാണ് പോകുന്നത്. അപ്പം നമ്മൾ സൈഡിലോ ഇവിടെ മെയിനായിട്ട് ഇവിടെ പാറയെ പറ്റി ചോദിച്ചു തുടങ്ങി. അതൊക്കെ പറഞ്ഞ് കാണിക്കാം. കയറുന്നത് പാറയുടെ മുകളിലോട്ടാണ്. അപ്പം നമ്മൾ പറഞ്ഞിട്ട് പുനലൂർ മൂവാറ്റുപുഴ പാതയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് കോന്നി ഭാഗത്ത് നിന്നും പത്തനാപുരം അല്ലെങ്കിൽ പുനലൂർ തിരുവനന്തപുരം പോകുന്ന ഭാഗത്തേക്കാണ്. അപ്പോൾ അവിടെ കുറച്ച് മുന്നോട്ട് ചെന്നിട്ട് വകയാർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് നമുക്ക് റൈറ്റ് തിരിയണം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. വെയിലെങ്ങനെ ഉണ്ട് കേട്ടോ? സൂപ്പർ വെയിൽ. മെയിനോട്ട് വെയിലെങ്ങനെ ഉണ്ട്? മെയിനോട്ടേക്ക് മീനെക്കുട്ടി പിന്നെ വെയിലൊന്നും വിഷയമുള്ള കേസല്ല. അവർക്ക് പാറ കയറിയാൽ മതി. അതെയല്ലേ, എവിടെയെങ്കിലും ഒന്ന് പോയാൽ മാമ. അടുത്ത സ്ഥലം പറ മാമ. ശ്രീനിധി എപ്പോഴും പറഞ്ഞോണ്ടിരിക്കുന്നതാണ്. അപ്പൊ അടുത്ത സ്ഥലം അങ്ങനെ പറഞ്ഞിരിക്കുകയാണ്, നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നത് വകയാർ സെന്റ് മേരീസ് കാത്തലിക് ചർച്ചാണ്. പഴയൊരു ദേവാലയമാണ്. അപ്പം അത് കഴിഞ്ഞ് നേരെ നമ്മൾ മുന്നോട്ട് പോവാണ്. എന്തൊക്കെയാ പറയുന്നത്? എന്ത് വേണ്ടിട്ട് പറയുന്നേ? എന്തോ പറയുന്നേ? ഒന്നുമില്ല. വകയാർത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് റൈറ്റ് പോകണം. വകയാറിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത വാഴ വിത്തുമായിട്ട് ബന്ധപ്പെട്ട് ഫേമസ് ആണ് വകയാർ. അതായത് ഒരുപാട് വാഴ വിത്തുകൾ ഈ വകയാർ വന്നു കഴിഞ്ഞാൽ കടകളിലൊക്കെ ലഭിക്കും. ദൂരെ നിന്ന് പോലും ദൂരെ നിന്ന് പോലും ആൾക്കാരൊക്കെ എത്തുന്ന ഒരു സ്ഥലമാണ് വകയാർ. ഈ ഒരു വാഴ നോക്കി അറിയാം. കടകളെല്ലാം കൂടുതലും വാഴവിത്തും പഴമൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് നേരെ പോകണം. നേരെ പോയിട്ട് പള്ളിക്കോട് റൂട്ട് പോകണം. അപ്പം വള്ളിക്കോട് കോട്ടയം ബോർഡ് കണ്ടില്ലേ? വി കോട്ടയം. ആ വി കോട്ടയം നിന്ന് കിടക്കുന്നത് വള്ളിക്കോട് കോട്ടയം എന്നുള്ളതിൻ്റെ ആണ്. നമ്മളിപ്പോ പോകുന്ന സ്ഥലം എങ്ങനെയുണ്ട്? അടിപൊളി സ്ഥലം. സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടാ? അപ്പോഴും ഓക്കെ ആണല്ലേ? ഓക്കെ. ഇതിപ്പോ ഞാൻ എന്തൊരു പറയിച്ച് ഒറ്റയ്ക്കാണെങ്കിൽ ആശാത്തി എന്തൊരു വീഡിയോ ആണെങ്കിലും പറയും. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇന്നത്തെ പുറത്തോട്ടം പ്ലാൻ ചെയ്തൊന്നുമല്ല കേട്ടോ. ഇത് പ്ലാൻ ചെയ്താൽ വന്ന് ഓട്ടോമാറ്റിക്കായിട്ട് പ്ലാൻ ആയി പോയതാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വന്ന് വി കോട്ടയം ജംഗ്ഷനും കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കട്ട് ചെയ്ത് ഒരു ചെറിയ റോഡിൽ കൂടെ കയറിയേക്കുവാണ്. അപ്പോൾ ഇനി ഈ റോഡ് ഇന്ന് അവസാനിക്കുന്നത് നമ്മുടെ ഈ ഒരു കോട്ടപ്പാറയിലാണ്. അപ്പോൾ കുഞ്ഞൊരു റോഡാണ്, കഷ്ടിച്ച് ഒരു വണ്ടിക്ക് പോകാൻ പറ്റുന്ന ഒരു റോഡാണ്. അപ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിയുമ്പം ഇതിനേക്കാട്ടിലും ഇവിടെ ഒരു പാറക്കുളം കാണാൻ സാധിക്കും. കണ്ടോ? തിരിച്ച് വരുമ്പോൾ പറ്റുമെങ്കിൽ എടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ റോഡ് ഇച്ചിരൂടെ ചെറുതാവും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും മുന്നോട്ട് പോയി നോക്കാം. മറ്റേ ചിറകിൻ്റെ അത് മാത്രം പച്ചക്കളർ അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ നമ്മൾ മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ കാണുന്ന പാറവട ഇതാണ്. താഴെ മറ്റൊരു പാറവടയുണ്ട്. ഇത് ഫുള്ള് വെള്ളമാണ്. ഇതിൽ കറങ്ങി ഇങ്ങനെ നടക്കുവാണ്. അപ്പോൾ ഈ പാറമട കഴിഞ്ഞിട്ട് നേരെ മുകളിലോട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ ഇവിടെ കൈവരികളൊക്കെ വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല മുകളിലൊരു ടാങ്ക് നമ്മൾ കണ്ടില്ലേ? ടാങ്കിൻ്റെ ഭാഗമായിട്ടുള്ള പൈപ്പ് ലൈനും താഴോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതിലൊന്നും നമ്മൾ താഴോട്ടൊന്നും പോകാൻ ശ്രമിക്കില്ല. ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ആണെങ്കിലും വലിയ താഴ്ച ഉണ്ടാവും. നല്ല തണലുള്ള സ്ഥലമാണ്. അപ്പോൾ ഇത് റോഡ് അത്ര നല്ല കണ്ടീഷനൊന്നും അല്ലേ അല്ലേ? റോഡ് എന്നാ വണ്ടി ഓടിച്ചോണ്ട് പോവാം. ചെറിയ വാഹനങ്ങളൊക്കെ ആണെങ്കിലും നമുക്ക് എത്താൻ സാധിക്കും. ഏകദേശം ഒരു 2 കിലോമീറ്ററോളം 1.5-2 കിലോമീറ്റർ ദൂരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളെ വന്ന മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് നമ്മളെന്തായാലും പോയി നോക്കുവാണ്. നമ്മൾ പോയിട്ട് എന്താണെന്നുള്ളത് കാണിച്ചു തരാം. നമ്മളെന്തായാലും അവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞ് മുന്നോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അല്ലെ റോഡ് കണ്ടില്ലേ? ഇത് ഓപ്പോസിറ്റ് വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ റിവേഴ്സ് എടുക്കേണ്ടി വരും. ചെറിയ വണ്ടിയാണെങ്കിൽ പ്രശ്നമില്ല. നമ്മളിങ്ങനെ റൈറ്റ് കയറി അയ്യോ ഇങ്ങനെയുള്ള ഊട് വഴി കൂടെ ഒക്കെ പോകുമ്പോഴാണ് യാത്രകളൊക്കെ ഒരു മനോഹരമാകുന്നത്. ഇങ്ങനെയുള്ള വഴികൾ കണ്ടുപിടിച്ച് പോകുമ്പോഴാണ്. ഇവിടെ ഒരു പൈപ്പ് കണക്ഷനൊക്കെ ഉണ്ട്. താഴെ കുളമാണ്. അപ്പോൾ നമ്മൾ ഏകദേശം മുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ കോട്ടപ്പാറ മലയുടെ മുകളിലേക്ക് ഈ ഒരു ഗേറ്റും കൂടെ കയറി ഇറങ്ങുന്നത് നല്ല ഭംഗിയായി. നിങ്ങൾ ഈ വിഷ്വലം നോക്കിക്കോണേ. ഈ റോഡിന് നടുക്കായിട്ടൊരു മരവും ആ പോയി ചെന്ന് ഇറങ്ങുന്ന ഒരു ഫീലും കൂടെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വേറെ ഏതോ ഒരു സ്ഥലത്ത് പോയി നിൽക്കുന്ന ഒരു ഫീല് തോന്നും. ഇടത്തോട്ടെ
ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. അവിടെ സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ലയെന്ന് വെച്ചിട്ടുണ്ട് ബോർഡ്. എനിക്കറിയില്ല എന്തായാലും അയ്യപ്പൻ്റെ ക്ഷേത്രം വല്ലതും ആണോന്ന്. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഒരു ക്ഷേത്രം കാണാൻ സാധിക്കും. ഒരു മലനട ക്ഷേത്രമാണ്. അപ്പോൾ ഇവിടെയായിട്ട് ഒരു ടാങ്ക് ഉണ്ട്. ഉണ്ടോ? ഇവിടെ ഒരു ടാങ്ക് ഉണ്ട്, വലിയൊരു ടാങ്കാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്തായിട്ട് വീക്കോട്ടയം ക്ഷേത്രമാണ്. തൊട്ടപ്പുറത്തായിട്ട് മറ്റൊരു ബോർഡ് കാണാൻ സാധിക്കും. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അത് സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ലയെന്ന് കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. ഇനി എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ? ഇനി അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും അങ്ങനെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന താഴോട്ടുള്ള വഴിയിലാണ് നമുക്ക് എങ്ങാണ് മുന്നോട്ട് പോകേണ്ടത്. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കോട്ടപ്പാറ വ്യൂ പോയിൻ്റ് ഉള്ളത്. അപ്പം നമ്മളിതേ കോട്ടപ്പാറ മലയുടെ മുകളിൽ വന്നിരിക്കുവാണേ. ഇത് നമ്മളെ കടലുകാണിപ്പാറ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. കറക്റ്റ് ആ ഒരു സ്റ്റൈൽ തന്നെ ആവശ്യം. അപ്പം നമ്മൾ മുന്നോട്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞ കൂട്ട് തന്നെ വണ്ടി ഇത് ഏറ്റവും ടോപ്പിൽ വരും എന്നുള്ളതാണ്. ദൂരെയായിട്ട് ഞാൻ ആ പറഞ്ഞ മരം കാണാൻ സാധിക്കും. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. രണ്ട് സൈഡിലും താഴ്ചയും നടുക്കൊരു മരവും അതിൻ്റെ നടുക്കൂടെ കുഞ്ഞൊരു റോഡും. വൈകിട്ടൊക്കെ വന്നിരിക്കുവാണെങ്കിൽ അടിപൊളി വൈബുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ വണ്ടി ഇതിൻ്റെ ഏറ്റവും മുകളിൽ വരും. അല്ലെങ്കിൽ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക്, പ്രായമുള്ളവർക്കൊക്കെ വൈകുന്നേരമൊക്കെ ചിലവഴിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. നമ്മൾ കാറ് കൊണ്ടാണേലും നമുക്ക് മുകളിൽ വരാൻ സാധിക്കും. അപ്പോൾ സത്യം തന്നെ വേറെ ലെവല്. താഴെ ഇറങ്ങി പോയെന്ന് തോന്നുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ വീക്കോട്ടത്തിനടുത്തുള്ള കോട്ടപ്പാറ വ്യൂ പോയിന്റ്. അപ്പോൾ ഇവിടെ കുറേ കല്ലൊക്കെ നിരത്തി വെച്ചിരിക്കുന്ന കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞതിലോട്ട് ഇവിടെ ചെറിയ വിളക്കൊക്കെ കത്തിക്കുന്നുണ്ട്. കാറ് വേണം മുകളിൽ കയറും കേട്ടോ, കുറച്ചുകൂടെ കയറും. കയറ്റിക്കും, കയറ്റിക്കും. അപ്പോൾ നമ്മളിതേ പാറയിൽ കൂടെ ഇങ്ങനെ വണ്ടി കയറ്റുവാണ്. അപ്പോൾ നമ്മളിപ്പോൾ വന്ന സമയം ഏകദേശം ഉച്ച കഴിഞ്ഞ് വെയിലുണ്ട്. വൈകിട്ടൊക്കെ വരുവാണെങ്കിൽ നല്ല വൈബാണ്. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ ഇട്ടിട്ടുണ്ട്. നമ്മൾ വന്ന വഴി അതാണ്. അസൂയ അസൂയ. അപ്പോഴിതാ വേറെ ലെവലാണ് കേട്ടോ. നമ്മുടെ ചാനലിലും കിടക്കട്ടെ ഈ വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനും വന്നിരിക്കുന്നത്. നമ്മുടെ വാവച്ചി പിന്നെ എവിടെ മീനൂട്ടി എവിടെ? നമുക്ക് വളരെ സേഫ്റ്റി ആയിട്ട് കുട്ടികളെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. നമുക്ക് ആർക്കാണെങ്കിലും ഒരു കുഴപ്പമില്ല, നമ്മൾ ഒരു സുഖമില്ല എന്നുള്ളത്. ഇപ്പോൾ വാവച്ചിക്ക് തന്നെ നമുക്ക് നടു കംപ്ലൈൻ്റ് ആണെന്ന് അറിയാലോ. എന്നാൽ തന്നെ ഇതാ വളരെ സേഫ്റ്റി ആയിട്ട് നമ്മളതാ കയറി വന്നിട്ടുണ്ട് മേളിലൊക്കെ അല്ലേ. ഗൈസ് നമ്മളൊരു സ്ഥലം കാണിച്ചു തരാം കേട്ടോ. അതായത് ഇത് നോക്കി, വളരെ ഹൈറ്റ് കൂടിയൊരു പാറമട. ആണ് വ്യൂ വേറെ തന്നെയാണ്, വേറൊരു ലെവല് തന്നെയാണ് അല്ലേ ബ്രോ? ഇത് നമ്മൾ നേരത്തെ നമ്മൾ ഒരുപാട് പാറകളിൽ നമ്മൾ എവിടെയൊക്കെ പോയിട്ടുണ്ട്. അവിടെ എല്ലാം ഇതൊക്കെ കാണുന്നതാണ്. വേസ്റ്റുകൾ കൊണ്ടുവന്ന് ഇങ്ങനെ കൂട്ടിയിടും. അതെ, സേഫ്റ്റി ഉണ്ട് കേട്ടോ. നമുക്ക് എന്ന് പറഞ്ഞാൽ കുട്ടികളെ കൊണ്ടുവന്നാലും നമുക്ക് സേഫ്റ്റി ഉണ്ട്. നമുക്ക് നോക്കി നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണത്. കൂട്ടുകാരെ, എപ്പോഴും നമ്മളിതാ നിങ്ങൾക്ക് ഈ പാറമട കാണിച്ചു തരുകയാണ് കേട്ടോ. വളരെ മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് ഈ സ്ഥലം. മനോഹരം എന്ന് പറഞ്ഞാൽ നമുക്കിതാ ഇത് കണ്ടോ. ഇത് നമുക്കിവിടെ സൈഡൊക്കെ തയ്യാറാണെങ്കിൽ നമുക്കിവിടെ ഇറങ്ങി വരുമ്പോഴത്തേക്കൊക്കെ വളരെ സേഫ്റ്റി ആയിട്ട് തന്നെയാണെന്ന് പറഞ്ഞാൽ നല്ല വീതിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. നിൽക്കാനുള്ള സ്ഥലം, നമുക്ക് കുട്ടികളൊക്കെ വന്നാൽ തന്നെ നമുക്ക് സേഫ്റ്റി ആയിട്ട് നോക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. അത് എവിടെ കണ്ടല്ലോ, അതാണ് വാവച്ചിരിക്കുന്നുണ്ടോ. വളരെ സേഫ്റ്റി ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. താഴെ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ താഴെ കുഴി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് സേഫ്റ്റി, നമ്മൾ കുട്ടികളെ കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ സേഫ്റ്റി ആയിട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ താഴോട്ടൊക്കെ ഇറങ്ങി വരുമ്പോഴത്തേക്കൊക്കെ സേഫ്റ്റി ആയിട്ട് നോക്കുക. വളരെ അടിപൊളിയായിട്ട് കിടക്കുന്ന ഒരു വ്യൂ പോയിൻ്റ് തന്നെയാണിത്. സൂപ്പർ വ്യൂ പോയിൻ്റ് തന്നെയാണ് കേട്ടോ. കൂട്ടുകാരെ, പിന്നെ രാവിലെ നമ്മൾ രാവിലെയൊക്കെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ നൈറ്റൊക്കെ ആണെങ്കിൽ ഒരു സന്ധ്യ സമയത്തൊക്കെ ആണെങ്കിൽ എന്ത് വ്യൂ ആയിരിക്കും എന്നറിയാം. അതാ ഇവിടെയൊക്കെ തന്നെ നോക്കി ഇത് കണ്ടോ, സൂപ്പറല്ലേ കാണാൻ, അടിപൊളി. ഇതാ ഇത് കണ്ടോ, ഇത് കണ്ടോ, അടിപൊളിയല്ലേ കാണാൻ, സൂപ്പറല്ലേ കൂട്ടുകാരെ. ഇത് നമ്മുടെ കോട്ടപ്പാറ വ്യൂ പോയിൻ്റാണ് കേട്ടോ. വ്യൂ പോയിൻറ്റിലുള്ള സ്ഥലമാണ് ഇതാ. ഇത് കോട്ടപ്പാറ ഈ വ്യൂ പോയിൻ്റ് കഴിഞ്ഞിട്ടും റോഡ് താഴോട്ട് പോകുന്നുണ്ട് കേട്ടോ. വളരെ മനോഹരമായ ഒരു സ്ഥലം. ഈ സ്ഥലം അറിയപ്പെടുന്നത് കോട്ടയം, വി കോട്ടയം. അപ്പോഴും നിങ്ങൾ കോട്ടയം പത്തനംതിട്ടയ്ക്ക് അകത്തുള്ള കോട്ടയം. ഓക്കെ, അപ്പോഴും നമുക്ക്
വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, പാറയുടെ മണ്ടയിലായിട്ട് നമ്മളിതാ ഒരു ടോപ്പ് ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ, ഒരു ലൈറ്റ് ഉണ്ട്, ഒരു കറണ്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ പിന്നെ കാണുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഇതാ ഇവിടെ വിളക്ക് എത്തിക്കാനുള്ള ഒരു സൗകര്യം. നമ്മൾ ഇതുവരെ എങ്ങും കണ്ടിട്ടില്ലാത്ത മോഡലിലൊരു സ്റ്റൈല് കല്ലൊക്കെ അടുക്കി നല്ല അടിപൊളി മനോഹരമായിട്ട് ഒരു കാവ് രീതിയിലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലിതാ ഇവിടെ വിളക്ക് കത്തിക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. അതായത് കണ്ടല്ലോ, ചിറ്റായൊക്കെ വിളക്ക് കത്തിക്കാനുള്ള എല്ലാ സൗകര്യവും ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. വളരെ മനോഹരമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്, കല്ലടുക്കി ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൂടാതെ തന്നെ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതാ ഒരു ശിവൻ്റെ ഒരാണ് എംബ്ലോക്കെ ചെയ്തതിന് ശേഷം അതിനൊരു ഒരു കൊടിമരം പോലെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ആണല്ലോ. പിന്നെ നിങ്ങൾ ഈ കാണുന്നുണ്ടല്ലോ, ഇത് ഒരു മരം വളരെ മനോഹരമായ രീതിയിൽ അതങ്ങനെ അങ്ങ് നിൽക്കുകയാണ്. നമ്മൾ വരുന്ന ആൾക്കാരെ എതിരേൽക്കാൻ നിൽക്കുന്നതിനൊക്കെയാണ് ഈ മരം നിൽക്കുന്നത്. എല്ലാം കണ്ട് വളരെ മനോഹരമായ സന്തോഷമായിട്ട് അങ്ങനെ അങ്ങ് നിൽക്കുകയാണ് നമ്മുടെ ഈ വാവച്ചി. വാവച്ചി എങ്ങനെയുണ്ട്? സൂപ്പർ, ഇഷ്ടപ്പെട്ടോ? ചോദിക്കാനൊന്നും ഇല്ലല്ലേ? ഓക്കെ, ഇതെന്ന് പറയുമ്പം ബാവച്ചിയെ സംബന്ധിച്ചിടത്തോളം ബാവച്ചിക്ക് കുറേ നാളുകൾക്ക് ശേഷമുള്ള ഒരു അനുഭവമാണല്ലേ. എന്ന് പറഞ്ഞാൽ നമ്മൾ വരുന്ന റോഡ് കണ്ടല്ലോ, ആ റോഡ് നമ്മൾ നേരെ വന്ന് ഓടി ഇവിടെ നിൽക്കുക, അതിനുശേഷം ഇങ്ങനെ നോക്കിയേ, വ്യൂ ഇങ്ങനെ ഇവിടെ നിന്ന് വ്യൂ അങ്ങ് കാണുക. കണ്ടു, എങ്ങോട്ടും ദൂരോട്ടൊന്നും അങ്ങനെ പോകാനൊന്നുമില്ല. വ്യൂ ഇതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാം. നിങ്ങൾ ഉറപ്പായിട്ട് ഇവിടെയൊക്കെ കാണാൻ വരണം കേട്ടോ. ഈ ഏരിയയിലൊക്കെ വരുന്ന ആൾക്കാർ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടിരിക്കണം, ഉറപ്പായിട്ടും കണ്ടിരിക്കണം. എന്ത് മനോഹരമായ സ്ഥലമാണ്. നമ്മളിതാ കാർ കൊണ്ടുവന്ന് ടോപ്പിലാണ് ഒതുക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മളിതാ ഇവിടെയൊക്കെ നമ്മൾ കണ്ടു. ഈ പാറയിലൊക്കെ ഒരുപാട് ആക്സിഡൻ്റൊക്കെ നടന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ കെയർഫുള്ളായിട്ടൊക്കെ തന്നെ ഇവിടെയൊക്കെ കയറി വരിക. നമ്മൾ എത്ര നല്ല നിൽക്കാനൊക്കെ നല്ല വാക്കുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മൾ തന്നെ സൂക്ഷിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. സഹോദര തുല്യനായ നമ്മുടെ ശ്രീനി ബ്രോ കണ്ടോ മീനുകുട്ടിയുടെ വീഡിയോ എടുക്കുന്നത്. മീനുകുട്ടി അത് അറിയുന്നില്ല. മീനുകുട്ടിയുടെ വീഡിയോ ശ്രീനി ബ്രോ എടുത്തോണ്ടിരിക്കുകയാണ്. അതെ, അടിപൊളിയായിട്ട് മനോഹരമായിട്ടുള്ള വീഡിയോ, മീനുവിൻ്റെ വീഡിയോസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതെ, അത് കാര്യമായിട്ടാണ്, സത്യമായിട്ടാണ്. അതുപോലെ തന്നെയാണ് നിൻ്റെ വീഡിയോയും. ഇത് വളരെ മനോഹരമായിട്ടുള്ള വീഡിയോ കിട്ടണമെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കണം. അത് ശ്രീനി ബ്രോയുടെ വാഹനമാണ് കേട്ടോ. ഇത് ശ്രീനി ബ്രോയുടെ വാഹനമാണ്. വാഹനത്തിൽ നമ്മളത് ആ ഫ്രണ്ടിൽ ചാനലിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. എന്താണ്? വ്യൂ ഫൈൻഡർ. എവിടെയതാ? ഇതാ വ്യൂ ഫൈൻഡർ. അപ്പോൾ ഈ വ്യൂ ഫൈൻഡർ എന്നുള്ള ഈ ചാനൽ നിങ്ങളെല്ലാവരും സബ് ചെയ്യുക. റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയൊരു സ്ഥലം. അപ്പോൾ അതിന് നമുക്ക് നമ്മുടെ വ്യൂ ഫൈൻഡർ ശ്രീനി ബ്രോയ്ക്ക് നന്ദി പറയാമല്ലേ, നമുക്ക് ഈ സ്ഥലം കാണിച്ചു തന്നതിന്. കുറച്ചിവിടെ ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുന്ന. വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽബട്ടനിലൂടെ പ്രസ് ചെയ്യണമെങ്കിൽ പുതിയ വീഡിയോ കാണാൻ കഴിയുന്നതായിരിക്കും. ഇന്നത്തേക്ക് വിടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.